ജനുവരി 22-ന് അയോധ്യയിൽ നടന്ന ശ്രീരാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുത്തതിന് തനിക്കെതിരെ ഫത്വ പുറപ്പെടുവിച്ചതായി ഓൾ ഇന്ത്യ ഇമാം ഓർഗനൈസേഷൻ ചീഫ് ഇമാം ഉമർ അഹമ്മദ് ഇല്യാസിയുടെ വെളിപ്പെടുത്തൽ. പരിപാടി നടന്ന ദിവസം മുതൽ തനിക്ക് അധിക്ഷേപവും ഫോൺ കോളിൽ ഭീഷണിയും ലഭിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇതൊരു മുസ്ലിം രാജ്യമല്ല, ഇത് സനാതൻ ഭാരതമാണ്. ഇതിനെ വെല്ലുവിളിക്കാൻ മറ്റൊരു ഫത്വ പുറപ്പെടുവിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നെ സ്നേഹിക്കുന്നവർ, രാജ്യത്തെ സ്നേഹിക്കുന്നവർ എന്നെ പിന്തുണയ്ക്കും. ചടങ്ങിൽ പങ്കെടുത്തതിന് എന്നെ വെറുക്കുന്നവർ പാകിസ്ഥാനിലേക്ക് പോകണം. തനിക്കെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ഒരു കൂട്ടർ ആളുകൾ തനിക്കെതിരെ വിദ്വേഷത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ട്രസ്റ്റിന്റെ ക്ഷണം ലഭിച്ചതിന് ശേഷം 2 ദിവസം ആലോചിച്ച ശേഷമാണ് അയോധ്യയിലേക്ക് പോകാൻ താൻ തീരുമാനിച്ചതെന്നും ഉമർ അഹമ്മദ് ഇല്യാസി പറഞ്ഞു. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനമാണിതെന്നും ഐക്യത്തിനും രാജ്യത്തിനും വേണ്ടിയാണ് താൻ പോയതെന്നും പുരോഹിതർ കൂട്ടിച്ചേർത്തു. ഓൾ ഇന്ത്യ ഇമാം ഓർഗനൈസേഷന്റെ ചീഫ് ഇമാം എന്ന നിലയിൽ എന്നെ ക്ഷണിച്ചു. എന്നെ അവിടെ ഹൃദ്യമായി സ്വാഗതം ചെയ്തു. ഞങ്ങളുടെ വിശ്വാസങ്ങൾ വ്യത്യസ്തമാകാം, എന്നാൽ ഞങ്ങളുടെ ഏറ്റവും വലിയ മതം മനുഷ്യത്വമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ചീഫ് ഇമാമിനെതിരെ ഫത്വ പുറപ്പെടുവിക്കുന്നത്. തനിക്കെതിരായ ഭീഷണിക്കെതിരെ ഇമാം ഉമർ അഹമ്മദ് ഇല്യാസി ഡൽഹി പോലീസ് കമ്മീഷണർ, ആഭ്യന്തര സെക്രട്ടറി, ആഭ്യന്തരമന്ത്രി എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.